ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ നിങ്ങൾ കൂടുതൽ പ്രയാസപ്പെടുന്നുവോ? പ്രധാനമായും ക്യാപ്ചകൾ നിങ്ങളെ വലയ്ക്കുന്നുണ്ടോ? എന്നാൽ ഇനി അങ്ങനെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. IRCTC ആകട്ടെ അവരുടെ വെബ്സൈറ്റിൽ വൻ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ്. ക്യാപ്ച ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരുത്തും. ജൂലൈ 15-നകം പുതിയ പ്ലാറ്റ്ഫോം വരുമെന്നാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനിടെ തന്നെ യാത്രക്കാർ നേരിടുന്ന സാങ്കേതിക തടസ്സങ്ങൾക്കും ക്യാപ്ച വെരിഫിക്കേഷൻ മൂലമുള്ള കാലതാമസങ്ങൾക്കും ശാശ്വത പരിഹാരം അതൊരുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം. കോടിക്കണക്കിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന IRCTC വെബ്സൈറ്റ് അടുത്ത മാസം പുതുക്കിയതോടുകൂടി തന്നെ പൂർണ്ണമായും നവീകരിക്കുമെന്നതാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വിദ്യാർത്ഥികളുമായി തന്നെ നടത്തിയ സംവാദത്തിനിടയിലാണ് ടിക്കറ്റ് ബുക്കിംഗിനിടയിലെ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. തൽക്കാൽ ബുക്കിംഗ് സമയത്ത് ആ ഒരു സൈറ്റ് ആകട്ടെ മന്ദഗതിയിലാകുകയും ക്യാപ്ച നൽകുന്നതിന് അതിനുള്ള കാലതാമസം കാരണം ടിക്കറ്റുകൾ നഷ്ടമാകുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പ്രധാനമായും തന്നെ ഒരു പരാതിയായി അവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പരാതി കേട്ട അല്ലെങ്കിൽ ഉടൻ തന്നെ വേദിയിൽ ഉണ്ടായിരുന്ന റെയിൽവേ മന്ത്രിയാകട്ടെ അവിടെ വെച്ച് തന്നെ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി 30 ദിവസത്തിനകം പുതിയ വെബ്സൈറ്റ് സജ്ജമാക്കുമോ എന്നാണ് അന്വേഷിച്ചത്. തുടർന്ന് ജൂലൈ 15-നകം തന്നെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ IRCTC പ്ലാറ്റ്ഫോം ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നതാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ക്യാപ്ച സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം അവിടെ തൽക്കാൽ ബുക്കിംഗിലെ ലാഗിംഗ് കുറയ്ക്കുകയും കൂടുതൽ വേഗതയും സ്ഥിരതയുമുള്ള പുതിയ പോർട്ടൽ ജൂലൈ 15-നകം അവിടെ ലോഞ്ച് ചെയ്യാൻ ലക്ഷ്യം വെക്കുകയും വിദ്യാർത്ഥികളുടെ പരാതിക്ക് വേദിയിൽ വെച്ച് തന്നെ നടപടി എടുക്കുകയും ചെയ്തതോടുകൂടി തന്നെ ഈ ഒരു വീഡിയോ ആകട്ടെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ചെയ്തിരിക്കുന്നത്. തൽക്കാൽ സമയത്തും അല്ലാതെയും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ IRCTC പോർട്ടലിൽ നേരിടുന്ന കടുത്ത ആ ഒരു സമയപരിധി അല്ലെങ്കിൽ ആ സമയം പ്രത്യേകിച്ച് ക്യാപ്ച കോഡുകൾ രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ താമസം കാരണം ടിക്കറ്റുകൾ പലപ്പോഴും എല്ലാവർക്കും നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് വിദ്യാർത്ഥികളാകട്ടെ ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. പരാതി കേട്ട ഉടൻ തന്നെ വേദിയിൽ വെച്ച് റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഇതിനു വേണ്ട പരിഹാരം അദ്ദേഹം അവിടെ സാധ്യമാക്കിയിരിക്കുന്നത്. ഈ ഒരു പരിഹാരം സാധ്യമാക്കിയതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അടങ്ങുന്ന വീഡിയോ ആണ് അല്ലെങ്കിൽ ആ വീഡിയോ ദൃശ്യമാണ് കൂടുതലായി തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നതും അത് വൈറലായി മാറിയിരിക്കുന്നതും. മാത്രമല്ല വരുന്ന ജൂലൈ 15-ഓടുകൂടി തന്നെ പുതിയ പ്ലാറ്റ്ഫോം എത്തുകയും അതായത് നിരന്തരം EC2 മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആയിട്ട് റെയിൽവേയെ സമീപിക്കുന്നവർക്ക് അത് വലിയൊരു ആശ്വാസകരമാകുമെന്ന വാർത്തയാണ് അല്ലെങ്കിൽ അത്തരം ഒരു സന്തോഷകരമായ വാർത്തയാണ് അദ്ദേഹം ഇതിലൂടെ തന്നെ നൽകിയിരിക്കുന്നത്. നിരന്തരം റെയിൽവേയെ സമീപിക്കുന്ന യാത്രക്കാർക്ക് നേരിടേണ്ടി വന്ന ഇത്തരം ഒരു ബുദ്ധിമുട്ട് അത് പരിഹരിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നതും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ രാജ്യത്തെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിന്റെ 88% നടക്കുന്നത് ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയാണ്. വ്യാജ അക്കൗണ്ടുകൾ തടയുന്നതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ വർഷം ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷൻ നിർബന്ധമാക്കുകയും 3 കോടിയോളം സംശയാസ്പദമായ അക്കൗണ്ടുകൾ റെയിൽവേ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു നിയന്ത്രണങ്ങൾക്കിടയിൽ പോലും സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ബുക്കിംഗ് സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ വെബ്സൈറ്റ് ഇവിടെ രൂപീകരിക്കുന്നത്. കൂടുതൽ ലളിതമായ ഇന്റർഫേസ്, ഉയർന്ന വേഗത, ന്യൂനത, സാങ്കേതിക വിദ്യ എന്നിവ പുതിയ പോർട്ടലിന്റെ പ്രത്യേകതയായിരിക്കുമെന്നും റെയിൽവേ വൃത്തങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.